السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. സൂറത്തുൽ ബഖറ 187 ആയത്തുകൾ പഠിച്ചു. അൽഹംദുലില്ലാഹ്. കുറച്ചൊന്നല്ല കേട്ടോ, 187 ആയത്തുകൾ പഠിച്ചവരാണ് എന്നത് ഒരു വലിയ കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ ഓതിയിട്ടുള്ളത് 188-ാമത്തെ ആയത്താണ്. ആദ്യം സാധാരണ പോലെ പാരായണത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ എന്ന് നോക്കാം. വലാ തഅക്കുലു എന്നാണ്. തഅക്കുലു എന്ന് നീട്ടണോ വേണ്ടേ? നീട്ടണമെങ്കിൽ നീട്ടാം, അല്ലെങ്കിൽ നീട്ടണ്ട. ജായിസാണ്, നീട്ടാൻ അനുവാദമുണ്ട്. കാരണം ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ മദ് ജായിസാണ്. വേണമെങ്കിൽ നീട്ടാം, ഇല്ലെങ്കിൽ നീട്ടാതിരിക്കാം. അതേസമയത്ത് ഒരായത്തിൽ നമ്മൾ നീട്ടാൻ തുടങ്ങിയാൽ പിന്നെ ആ ആയത്തില് എല്ലാ അത്തരം നിയമങ്ങളിലോട്ടും നീട്ടണം. നീട്ടാതെ ഓതിയാൽ പിന്നെ ആ ആയത്തില് എല്ലായിടത്തും നീട്ടാതെ ഓതണം. അതാണ് അതിന്റെ ഭംഗി. ഒരു പാരായണത്തിൽ ചില സ്ഥലത്ത് നീട്ടി ചില സ്ഥലത്ത് നീട്ടാതെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. വലാ തഅക്കുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വഖുലൂ ബിഹാ. അവിടെയും അതേ നിയമമാണ്. അപ്പൊ നേരത്തെ തഅക്കുലൂ എന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ ബിഹാ അവിടെ നീട്ടണം. നീട്ടാതെയും ഓതാം, നേരത്തെ നീട്ടാതെ ഓതിയാണ്. ഇലൽ ഹുക്കാമി, ഹു എന്നല്ല, ഹു ഹു. ഇലൽ ഹുക്കാമി ലിതഅക്കുലു ഫരീഖം മിൻ അംവാലിൻ നാസ്. അപ്പൊ ഇവിടെ ഫരീഖ, കാക്ക എന്ന് പറയുന്ന കാല, കാക്ക കരയുന്ന കാ. അപ്പോ ലിതഅക്കുലു ഫരീഖം മിൻ, അവിടെ ഉള്ള ഒരു നിയമം, മിൻ എന്ന് പറയുമ്പോൾ ആ നൂനാണ് പ്രകടമായിട്ട് ആയിരിക്കും. മീന്ന് മണിച്ചു പറയാൻ പാടില്ല. ഫരീഖൻ മിൻ പറയൂ. മിൻ മൻ ആമന. അതേപോലെ മിൻ അംവാലിൻ നാസ്. മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും
وأنتم تعلمون. എല്ലാവരും നോക്കുക. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. എല്ലാവരും ഓതാൻ പഠിച്ചല്ലോ അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഓതിയത് ഉഷാറായിട്ട്. ഉഷാറായിട്ടുണ്ട് എന്ന് പറയുമ്പോ എന്താ നിങ്ങൾക്ക് ഒരു ഉൾക്കൊള്ളാൻ കഴിയാതെ? നിങ്ങളോട് ആരും ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? അതൊരു ശീലമില്ലാത്ത പോലെ, അങ്ങനെ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തുള്ള പോലെ ആരും അങ്ങനെ പറയലില്ല. എത്ര പറഞ്ഞാലും പിന്നെ ചെറിയൊരു സംഗതി പോരാന്ന് പറയും അല്ലേ? ശരി, അങ്ങനെ പോരാ, ഉഷാറാവണം. ഇനി നമ്മൾ വാക്കർത്ഥം നോക്കുക കേട്ടോ. വല തഅക്കുലു, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു. യഅക്കുലു, തിന്നുന്നു. വാ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യേ അറിയുന്ന സംഗതിയാണ്. ലാ എന്ന് പറഞ്ഞാലും അറിയാം അല്ലെ? എന്തെല്ലാം ലാ പഠിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ? പലതും പഠിച്ചു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ലാ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇല്ല, അല്ല, വേണ്ട എന്നൊക്കെ പറയാൻ ലാ ഉപയോഗിക്കും. ലാ തഅക്കുലു, നിങ്ങൾ തിന്നരുത്. അംവാൽ, അംവാൽ മാൽ എന്ന് പറഞ്ഞാൽ സ്വത്ത്, ധനം, മൂല്യമുള്ളതൊക്കെ മാലാണ്. അംവാൽ അതിന്റെ ബഹുവചനമാണ്. വലാ തഅക്കുലു അംവാലക്കും. അംവാലക്കും എന്നാണ്. കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ്. അംവാലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ്. നിങ്ങളുടെ ധനം നിങ്ങൾ തിന്നരുത് എന്നാണ്. ബൈനക്കും, ബൈന ഇടയിൽ, ബൈനക്കും നിങ്ങൾക്കിടയിൽ. ബിൽ ബാത്തിൽ, ബാത്തിൽ കൊണ്ടുവരും. ബാത്തിലിന് മലയാളം പറയുന്നതിനെക്കാട്ടും നല്ലത് ബാത്തിൽ തന്നെ പറയാനും. ഹക്കിന്റെ വിപരീതം. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായത്. നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞാല് അതേപോലെ അന്യായമായത്. അന്യായം എന്ന് പറഞ്ഞാൽ കോടതി ഭാഷയിൽ അന്യായമല്ല കേട്ടോ, ന്യായമല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലുള്ള അന്യായം, അതാണ് ബാത്തിൽ. ബാത്തിലായത്, നിലനിൽക്കാൻ അർഹതയില്ലാത്തത്, അന്യായമായത്, നിഷ്ഫലമായത്, നിഷ്പ്രയോജനകരമായത്, അതാണ് ബാത്തിൽ. അപ്പോൾ ബാത്തിലായ നിലയിൽ നിങ്ങൾക്കിടയിൽ ഉള്ള സമ്പത്ത് തിന്നരുത്. നിങ്ങൾ എത്തിക്കരുത്, ഇട്ടുകൊടുക്കരുത്. ബിഹാ അതിനെ, ഇലൽ ഹുക്കാം, ഹുക്മ് എന്ന് പറഞ്ഞാൽ വിധി. ഹുക്കാം എന്ന് പറഞ്ഞാൽ വിധിക്കുന്ന ആള്. വിധിക്കുന്ന ആള്, വിധികർത്താക്കൾ. ഹുക്കാം, ഹക്കീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? ഹുക്കൂമത്ത്, ഗൾഫിൽ പോയ ആൾക്കാർക്കൊക്കെ അറിയാം ഹുക്കൂമത്ത് എന്ന് പറയും. ഇവിടുത്തെ ഭരണകൂടത്തിനാണ് അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾ അതിനെ വിധികർത്താക്കളിലേക്ക് ഇട്ടുകൊടുക്കരുത്. എന്തിനിട്ട് കൊടുക്കരുത്? തിന്നാൻ വേണ്ടിയിട്ട്. ഫരീഖൻ അതിലെ ഒരു വിഹിതം. ഫരീഖൻ അല്ലെ? ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ കഷ്ണം കഷ്ണമായി പോണേനാണ് പറയാം. മിൻ അംവാലിന്നാസ് ജനങ്ങളുടെ ധനത്തിൽ നിന്ന്,
ബിൽ ഇസ്മ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ കുറ്റം. ഇസ്മ് എന്താണ്? ഇസ്മ്. ഇസ്മല്ല, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, പേര്. ഇസ്മ്. സലാസ പറയൂ. സൗറ്. സലാസ സൗറ് അല്ലേ? ഇസ്മ. വഅൻതും നിങ്ങൾ, തഅലമൂൻ നിങ്ങൾ അറിയുന്നു. വഅൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നു, അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി അന്യോന്യം എന്താക്കരുത്, തിന്നരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറ്റകരമായ മാർഗത്തിലൂടെ അന്യരുടെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം തിന്നാൻ വേണ്ടി അത് വിധികർത്താക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കരുത്. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. അപ്പൊ പാരായണത്തെ കുറിച്ച് പറഞ്ഞു, വാക്കർത്ഥം പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ആശയത്തെ കുറിച്ച് അന്വേഷിക്കാം. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോമ്പിനെ പറ്റിയാണ്. നോമ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്താണ് പറയുന്നത്? സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. നോമ്പിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. നോമ്പ് എങ്ങനെയാണ്, എന്താണ് അല്ലെ? യാത്രക്കാര്, രോഗികള് അങ്ങനെയൊക്കെ പറഞ്ഞു. നോമ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയാൻ പോണതും ചന്ദ്രക്കലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഹില്ല, അതിനെ കുറിച്ചാണ്. യസ്അലൂനക അനിൽ അഹില്ല, അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പക്ഷേ അതിനിടയിൽ അതാ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലത് വേണ്ടെന്ന് വെക്കലാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലത് ഉപേക്ഷിക്കലാണ്. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? വെള്ളം, ഭക്ഷണം, ലൈംഗികത പകൽ സമയങ്ങളിൽ ഉപേക്ഷിക്കണം. അതിന്റെ പൊരുൾ എന്താണ്? വെള്ളവും ഭക്ഷണവും ലൈംഗികതയും പകലുകളിൽ ഉപേക്ഷിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? അള്ളാഹ് പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് വേണ്ടായിട്ടല്ല, വിശക്കാത്തത് കൊണ്ടും ദാഹിക്കാത്തത് കൊണ്ടുമല്ല. വിശന്നാലും ദാഹിച്ചാലും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഭൗതികമായ ന്യായങ്ങൾ അപ്രസക്തമാണ്. ദാഹിച്ച വെള്ളം കുടിക്കണം എന്നാണ് സയൻസ്, അല്ലേ? വിശന്നാൽ ഭക്ഷണം കഴിക്കണം എന്നാണ് സയൻസ്. പക്ഷേ റമദാനിന്റെ പകലുകളിൽ ദാഹിച്ചാലും വിശന്നാലും ഭക്ഷണം കഴിക്കണ്ട എന്നതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം, അവന്റെ കൽപ്പന. നിങ്ങൾക്ക് ഏതാണ് പ്രധാനം? നിങ്ങളുടെ ദേഹേച്ഛയാണോ പ്രധാനം? നിങ്ങളുടെ സയൻസ് ആണോ പ്രധാനം? നിങ്ങളുടെ നാട്ടുനടപ്പാണോ പ്രധാനം? നിങ്ങളുടെ തന്നെ ശീലങ്ങളാണോ പ്രധാനം? അതല്ല. അതിനെല്ലാം വ്യത്യസ്തമാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയാണോ നിങ്ങൾക്ക് പ്രധാനം? അപ്പൊ അള്ളാഹിന്റെ കൽപ്പനയാണ് എന്നാണ് ഉത്തരം. അപ്പൊ അള്ളാഹിന്റെ കൽപ്പനയാണ് പ്രധാനമെങ്കിൽ റമദാൻ മാസത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരിശീലനമാണ്. അള്ളാഹിന്റെ കൽപ്പന ആണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് സ്വന്തത്തെ പഠിപ്പിക്കുന്ന പണിയാണ് റമദാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പകലുകളിൽ നോമ്പ്. രാത്രി ഈ തരം നിയന്ത്രണങ്ങൾ വേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത്. വെള്ളവും കുടിക്കാം, ഭക്ഷണവും കഴിക്കാം, ലൈംഗികതയും ആകാം. അന്ന് രാത്രി പിടിച്ചു വെക്കേണ്ടതില്ല എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് അത് ആകാം. അപ്പോൾ പകല് പറ്റാത്തത് എന്താ, രാത്രി എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അള്ളാഹു അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ എന്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അനുവദിച്ചാൽ അത് ഞാൻ സ്വീകരിക്കും, അല്ലെ? അള്ളാഹു വിലക്കിയാൽ ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കും. എങ്കിൽ കേട്ടോളൂ, റമദാനിന്റെ പകലുകളിൽ മാത്രമല്ല, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ പാലിക്കേണ്ടുന്ന ഒരു വ്രതമാണ് ഇനി പറയുന്നത്. ജീവിതത്തിൽ മുഴുവനും പാലിക്കേണ്ടുന്ന ആ വ്രതം എന്താണ്? നിങ്ങൾ നിങ്ങൾക്കിടയിൽ സമ്പത്ത് അന്യായമായിട്ട് ഭക്ഷിക്കാൻ പാടില്ല.
പകൽ സമയങ്ങളിൽ നോമ്പ് എടുക്കണമെന്നും അന്നേരം ഭക്ഷിക്കരുതെന്നും ആണല്ലോ റമദാനിന്റെ കാര്യം പറഞ്ഞത്. ശരി, എന്നാൽ റമദാനിലായാലും അല്ലാത്തപ്പോഴായാലും പകലായാലും രാത്രിയായാലും ഒക്കെ നിങ്ങൾ തിന്നാൻ പാടില്ല. ബൈനക്കും ബിൽ ബാത്തുൽ, നിങ്ങൾക്കിടയിലുള്ള സമ്പത്ത് അന്യായമായിട്ട് ബാത്തിലായ മാർഗേണ നിങ്ങൾ തിന്നാൻ പാടില്ല. അതുകൊണ്ട് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത്. തിന്നാൻ പാടില്ല എന്നാണ് പറഞ്ഞതെങ്കിലും തിന്നാണ്ടിന്നാ മാത്രം പോരാ. ഇപ്പൊ ഒരാൾ പറയാണ്, ഞാൻ അന്യായമായിട്ട് സമ്പത്ത് സമ്പാദിച്ചിട്ട് ഭക്ഷണം കഴിക്കൂല, പക്ഷെ ഞാന് നല്ല ഡ്രസ്സ് വാങ്ങുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഞാന് തട്ടിപ്പ് നടത്തിയിട്ട് ഒരു കാരണവശാലും ഞാനൊരു ഭക്ഷണം എൻ്റെ കുട്ടിക്കോ എനിക്കോ ഞാൻ എടുക്കൂല, ഞാൻ കാറ് വാങ്ങുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇവിടെ തിന്നരുത് എന്നാണ് പറഞ്ഞതെങ്കിലും അത് ഉപയോഗിക്കരുത്, അത് സമ്പാദിക്കരുത്, അത് സ്വീകരിക്കരുത് എന്നതാണ് അതിനർത്ഥം. ഇപ്പൊ ഭക്ഷണമായാലും വസ്ത്രമായാലും മരുന്നായാലും വീടായാലും മറ്റ് ആസ്വാദനങ്ങൾ ഏതായാലും സ്വത്ത് വാങ്ങലായാലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം ബാത്തിലായ മാർഗേണ ആകാൻ പാടില്ല, ഹക്കായ മാർഗേണ ആയിരിക്കണം. നമ്മൾ ചിലപ്പോൾ പറയും, മോൻ അക്കും ബാത്തിലും ഇല്ലാത്തവനാണ് എന്ന് പറയും. അക്കില്ലാത്തവനാന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ ബാത്തില് നമുക്ക് വേണ്ടാത്തത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി വിവേചനത്തോടെ കൈകാര്യം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹക്കും ബാത്തിലും ഒക്കെ നോക്കണം എന്ന് പറയണത്. അതായത് ബാത്തിൽ എടുക്കണം എന്നല്ല, ബാത്തിൽ ഒഴിവാകണമെങ്കിൽ ഏതാണ് ബാത്തിൽ എന്ന് തിരിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ എന്നർത്ഥം. അപ്പൊ നോമ്പെടുക്കുന്നവരെ, നിങ്ങളുടെ നോമ്പ് നേരെയാവണമെങ്കിൽ റമദാനിന്റെ പകല് തിന്നുക കുടിക്കുക എന്നത് ഒഴിവാക്കിയാൽ മാത്രം പോരാ. നിങ്ങളുടെ ജീവിതമാസകലം നിങ്ങൾ ബാത്തിലായ സമ്പാദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് ഈ മെസ്സേജ്. എന്താണ് ബാത്തിലായ ധനം? ബാത്തിലായ ധനം, ബാത്തിലായ ധനം അക്കലുൽ ഹറാം എന്നാണ് അതിന് പറയാം. ഹറാമായ തീറ്റ. എന്താണ് ഹറാമായ ഭക്ഷണം? ഹറാമായ സമ്പാദ്യം, ഹറാം ബാത്തിലായിട്ടുള്ള സമ്പാദ്യങ്ങളിലെ ഏറ്റവും ഒന്നാം സ്ഥാനം ഉള്ളത് എന്തിനാന്ന് ചോദിച്ചാൽ പലിശക്കാണ്. അങ്ങനെ വേറൊന്നില്ല. ഇപ്പൊ മോഷണം എന്ന് പറയുന്നത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, കക്കാൻ പാടില്ല. കട്ടവനെയും അല്ലെ, മോഷ്ടിച്ചവനെയും മോഷ്ടിക്കപ്പെടുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അത് നോട്ട് ചെയ്യുന്നവരെയും എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മോഷണം തെറ്റാണ്, അത് ഹറാമായ മുതലാണ്. മോഷ്ടിച്ച മുതല് നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, എല്ലൊന്നും തർക്കമല്ല. പക്ഷെ ലഅനല്ലാഹു ആക്കില റിബ വമുക്കിലഹു വകാതിബഹു വശാഹിദി, അത് പലിശക്ക് മാത്രം ബാധകമായ കാര്യമാണ്. എന്നാൽ അള്ളാഹു ശപിക്കുന്നവനല്ല. നമ്മൾ ചില കഥകളിലും പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ, ചില മൂർത്തികൾ ആളെ ശപിച്ചിട്ട് എന്താക്കി കളയും, ഭസ്മമാക്കും, അല്ലെങ്കിൽ പന്നിയാക്കും, അല്ലെങ്കിൽ പട്ടിയാക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആക്കിക്കളയും. ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് പിരാഗി എന്താ പറയാ ശപിച്ച്. മുഅ്മിനീങ്ങൾ ശപിക്കുന്നവരല്ല എന്നാണ്. മുഅ്മിനുകൾ ശപിക്കുന്നവരല്ല. നമ്മളും തന്നെ ദേഷ്യം പിടിച്ചാൽ ഈ പിരാകുന്ന സൂക്കേടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. അത് നമ്മളുടെ സ്വഭാവമല്ല. ചില ആൾക്കാര് മക്കളെ വരെ പിരാകും അല്ലെ, ഈ കുണം പിടിക്കൂലടാ എങ്ങനെ, അങ്ങനെയൊക്കെ പറയും. ചിലപ്പോ ചെറിയൊരു കേസിന് വേണ്ടിയിട്ടായിരിക്കും പറയാം.
ചില ആൾക്കാര് ഭർത്താക്കന്മാരെ പ്രാകും, അല്ല ചിലത് പ്രാഗിപ്പോവും, അത് വേറൊരു കേസ്. കാരണം ഇതിന്റെ ശല്യം ചവിട്ടും കുത്തും സഹിക്കാൻ കഴിയാണ്ട് അവസാനം എന്തായിപ്പോ പക്ഷെ ചിലപ്പം പ്രാഗിയത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ ഉത്തിരിഞ്ഞ് നിലവിളിക്കുകയും ചെയ്യും. അതൊക്കെ ഒരു നിസ്സഹായാവസ്ഥയാണ്. പക്ഷെ എന്നാലും നമ്മൾ സ്വഭാവത്തില് നമ്മൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോധപൂർവം തന്നെ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, നമുക്ക് പ്രയാസം ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ അന്നേരം നമ്മൾ ശപിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഒരു നല്ല സ്വഭാവമല്ല. അതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യണം, ഒഴിവാക്കി തന്നെയാണ് വേണ്ടത്. മുഅ്മിനീങ്ങൾ ശപിക്കുന്നവരാകരുത്. അങ്ങനെ ആയിക്കോട്ടെ, നശിച്ചു പോട്ടെ, അങ്ങനെ പറയരുത്. നന്നാവട്ടെ എന്നാണ് പറയുന്നത്. ഒരുത്തൻ നമ്മളെ വല്ലാണ്ട് ഇടങ്ങാറാക്കി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, പഠിച്ച റബ്ബേ ജോനൊന്ന് നന്നാക്കി കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞോളി. എന്തോ ഒന്ന് പറയാനുള്ള തരിപ്പ് നിങ്ങൾക്ക് മാറി കിട്ടുകയും ചെയ്യും. എന്നാൽ അത് നല്ലത് പറയലും ആവും, അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദുആയും കൂടി ആണെങ്കിലോ. നമുക്കിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവന്റെ ബുദ്ധിമുട്ട് മാറലല്ലേ, അല്ലാണ്ട് അല്ലെ, അവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറലാണ്, അവളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറലാണ്. അപ്പൊ അത് നന്നായിട്ട് പറയാം. അപ്പൊ ലഅനത്താക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു നല്ല കാര്യമല്ല, അള്ളാഹുവിന്റെ ഒരു സ്വഭാവവുമല്ല, റസൂലുള്ളാഹിന്റെ സ്വഭാവവുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യവാനാണ് അള്ളാഹു, സ്നേഹനിധിയാണ് അള്ളാഹു, ഗഫൂറാണ് അള്ളാഹു, ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, പലിശ വാങ്ങണവനെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറയണത്? അള്ളാഹു ശപിക്കുന്നവനായിട്ടല്ല അത് പറഞ്ഞത്. ശാപം എന്ന് പറയുന്ന ഒരു സംഗതി നല്ലതല്ല, എന്നിട്ട് പോലും അള്ളാഹു ശപിച്ചു. അതാണ് മനസ്സിലായില്ലേ? ശപിക്കുക എന്നത് നല്ല ഒരു സ്വഭാവമല്ല, ഒഴിവാക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരുണ്യവാനാണ് റബ്ബ്, വദൂദാണ്, സ്നേഹനിധിയാണ് റബ്ബ്, പൊറുക്കുന്നവനാണ് റബ്ബ്. അങ്ങനത്തെ റബ്ബ് പോലും ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് പിന്നെ അതിന്റെ അത്രയും കാഠിന്യമുള്ളത് കൊണ്ടാണ്. കച്ചവടവും പലിശയും ഒരുപോലെയല്ലേ എന്നവർ ചോദിക്കുന്നു. പക്ഷേ കച്ചവടം അള്ളാഹു ഹലാലാക്കിയതാണ്, പലിശ അള്ളാഹു ഹറാമാക്കിയതാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിലുള്ള സമ്പത്ത് നിങ്ങൾ അന്യായമായി ഭുജിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നമ്പർ 1 പലിശയാണ്. ഇനി നമ്പർ 2 ഏതാണ്, 3 ഏതാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആലോചിക്കാം. അതിങ്ങനെ നമ്പർ ഇട്ടിട്ട് എവിടെയോ പറഞ്ഞതുകൊണ്ടല്ല, 1ാം നമ്പർ തന്നെ, അതിൽ തർക്കല്ല. അപ്പോൾ പലിശയോട് അടുക്കാതിരിക്കാൻ വേണ്ടി അതീവ ജാഗ്രത പുലർത്തണം. പലിശ എന്ന് പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി വല്ലാതെ പരിശ്രമിക്കണം. ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥയിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് ചിലപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയേക്കാം. പക്ഷെ അതൊക്കെ തന്നെ നമുക്ക് നമ്മളെ പറ്റിയും ബോധം ഉണ്ടാവണം. നമുക്ക് അള്ളാന്റെ മുമ്പില് ന്യായം ബോധിപ്പിക്കാൻ കഴിയണം. ആത്മവഞ്ചന, അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ആത്മവഞ്ചന നടത്താൻ പാടില്ല. ഇനി അടുത്ത ഒരു ബാത്തിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മൻഉ സക്കാത്ത് എന്നതാണ്. സക്കാത്ത് തടഞ്ഞ പൈസ നമ്മളെ അടുത്തുണ്ടെങ്കിൽ അത് ബാത്തിലായ സമ്പാദ്യമാണ്, ബാത്തിലായ തീറ്റയാണ്. സക്കാത്ത് കൊടുക്കേണ്ടതായ ഒരു കാലണ നമ്മളെ കയ്യിൽ കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ള മുതലിനെ കൂടി നശിപ്പിക്കും. അതുകൊണ്ട് അടുത്ത നോമ്പാവട്ടെ എന്നൊന്നും വിചാരിച്ച് കാത്തിക്കാൻ പാടില്ല. റമദാൻ ആയാലും നിങ്ങള് നോമ്പ് വെച്ചോളൂ. റമദാനിലേക്ക് കാത്തു വെക്കേണ്ടത് നോമ്പാണ്, സക്കാത്തല്ല. സക്കാത്ത് എപ്പോഴാണോ കൊടുക്കാൻ സമയമായത് അപ്പൊ അതങ്ങോട്ട് കൊടുക്കണം. പിന്നെ മാറ്റി വെക്കാനൊന്നും പാടില്ല. മാറ്റി വെച്ചാൽ അത് അക്ലുൽ ഹറാമാണ്. അത് നിങ്ങളെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ തീറ്റ ഹറാമായി മാറും.
അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കേണ്ട അടുത്ത കാര്യമാണ്. മറ്റൊന്ന് ചൂതാട്ടമാണ്. ചൂതാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് പുതിയ ഭാഷയിൽ പറഞ്ഞ ലോട്ടറി. നമ്മളെ മഹലിലുള്ള ഒരുത്തന് കള്ളുഷാപ്പിലാണ് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ആ വികാരം ഒരുത്തൻ ലോട്ടറി വിൽക്കലാണ് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ബാത്തിലിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ട്. അത് രണ്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുത്തന്റെ പണി ബാറിലാണ്, അല്ലെങ്കിൽ കള്ളുഷാപ്പിലെ പണി, അല്ലെങ്കിൽ കള്ളെത്താൻ പോകുന്ന ഒരുത്തനാണ്. സമുദായത്തിൽ അങ്ങനെ പൊതുവില് ഇല്ല. കള്ളുഷാപ്പ് മുതലാളിന്റെ ആയിട്ട് എവിടെ നമ്മൾ സാധാരണക്ക് കാണലില്ല. എടോ ഒരു കംപ്രമൈസൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അതേ സമയത്ത് പിന്നെ പൊതുവിലില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ലോട്ടറി വിൽക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു മഹല്ല് സെക്രട്ടറിക്ക് 65 ലക്ഷം റുപ്യ ലോട്ടറി അടിച്ചു. മഹല്ല് സെക്രട്ടറിക്ക്, ഇവിടുത്തല്ല. സുബ്ഹാനല്ലാഹ്, ഈ വീഡിയോ കാണുന്ന ആൾ തെറ്റിദ്ധരിക്കേണ്ട, ഇവിടുത്തെ മഹല്ലല്ല, വേറൊരു മഹല്ല്. ഇത് ഞാൻ സാധാരണ വേറെ ആളെ പറ്റിയെന്ന് പറയുന്ന പോലെ അല്ല കേട്ടോ. പക്ഷെ അതെങ്ങനെ പരസ്യമായതെന്നറിയോ? ഈ ലോട്ടറി നമ്മൾ വിചാരിക്കണെന്നാല് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്, നിങ്ങൾ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല, ഏതോ ഒരു കാലില് നടക്കാൻ കഴിയാത്ത, കണ്ണ് കാണാത്ത ഏതോ ഒരുത്തന് റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നാളെയാണ് എന്ന് പറയുമ്പോൾ എന്നാ ഒരു ടിക്കറ്റ് ചെന്നേക്ക് എന്ന് പറഞ്ഞ് വാങ്ങി, വളരെ ആദർശികമായി എപ്പോഴെങ്കിലും ഒരു വാങ്ങി കീശയിലിട്ട്. ഇതൊന്നുമല്ല ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെ എടുക്കാൻ പാടില്ല. പക്ഷെ ലോട്ടറി എന്ന് പറയുന്നത് ഒരു തരം ലഹരിയാണ്, ലോട്ടറി ഭ്രാന്താണ്. മനസ്സിലായോ? അവര് രാവിലെ കുടിച്ച് കുപ്പായം മാറ്റി ഇറങ്ങുകയാണ്. എന്തിന്? ലോട്ടറി എടുക്കാൻ. എന്നിട്ട് അവര് ഉദ്ദേശിക്കുന്ന ചില സീരീസ് ഉണ്ട്, അത് അവരെടുക്കും. അവിടെ ഇല്ലെങ്കിൽ ടൗണിൽ പോകും. മനസ്സിലായോ? ടൗണിൽ നിന്ന് അവരോട് പറയാണ് ആ സീരീസ് മിക്കവാറും കോയമ്പത്തൂരായിരിക്കും ഉണ്ടാവാന്ന് പോലെ അങ്ങോട്ട് പോകും. അങ്ങനെ പോയിട്ട് ലോട്ടറി എടുക്കായിരിക്കും. അത് 1-2 എടുക്കാം. അത് ഒരു കുറ്റി മൊത്തം ഒരു കൊടുക്കും, അല്ലെങ്കിൽ തെരഞ്ഞു നോക്കി. എനിക്ക് പല കണക്കുണ്ട്. ആ കണക്കനുസരിച്ചിട്ട് എടുത്തിട്ട് വീട് വിറ്റ് പണം, ഇങ്ങനെയാണ് ലോട്ടറി ഭ്രാന്ത് എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു 25,000 രൂപ അടിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പൈസ അടിക്കുമ്പോ പിന്നെ കൂടുതൽ ഉഷാറായി വീണ്ടും ലോട്ടറി എടുക്കും. ഇങ്ങനെ ലോട്ടറി എടുക്കും. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ഏജൻസിന്റെ നമ്പർ ഇവിടെ ഉണ്ടാവും. നമ്മൾ ഗ്യാസ് തീർന്നാലൊക്കെ വിളിച്ചു പറയണമായിരിക്കും. അപ്പൊ ചിലപ്പോ ഇവർക്ക് പോവാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ വിളിച്ചു പറയും. അങ്ങനെ പ്രസ്തുത സെക്രട്ടറി വിളിച്ചു പറഞ്ഞതാണ്. ഒരു സഹോദര സമുദായ അംഗമാണ് ലോട്ടറി വിൽക്കുന്ന ആൾ. അയാളോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇത്ര റുപ്യന്റെ ടിക്കറ്റ് ഈ മാറ്റി വെക്കണം, ഞാൻ വൈകുന്നേരം വരുന്നുണ്ട്, പൈസ നേരത്തെ ഒരു അന്നേരം ടിക്കറ്റ് കൊടുത്താൽ മതി. അതൊക്കെ സാധാരണ പതിവുള്ളതാണ്. അപ്പൊ ഇയാൾ അസ്ർ നിസ്കരിച്ചതിന് ശേഷം പോയിട്ടേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇത് വാങ്ങാം. അപ്പൊ അതായിരിക്കും വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അന്ന് അയാൾ അത് മാറ്റിവെച്ചതിലാണ് 65 ലക്ഷം റുപ്യ അടിച്ചത്. അപ്പോ ലോട്ടറിക്കാരന്റെ സത്യസന്ധത എന്താന്ന് ചോദിച്ചാല്, ഈ മാറ്റിവെച്ച ടിക്കറ്റ് ഏതാണെന്നുള്ളത് അടിച്ച ആൾക്ക് അറിയില്ല. എത്ര റുപ്യന്റെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് 3 മണിക്ക് നറുക്കെടുപ്പ് അതിന്റെ റിസൾട്ട് വന്ന് നോക്കുമ്പോ ഈ മാറ്റിവെച്ച് തന്നെയാണ് ഫസ്റ്റ് എത്തിയത്. അല്ല ഫസ്റ്റ് അല്ലെങ്കിൽ ഈ 65 ലക്ഷം കിട്ടി. അപ്പൊ ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്യായിരുന്നു? വേണമെങ്കിൽ ആ ടിക്കറ്റ് മെല്ലെ കൊണ്ട് വെച്ച് വേറെ ടിക്കറ്റ് അവിടെ വെച്ചാൽ വൈകുന്നേരം വന്ന ഓൻ പൈസയും തരും, ഈ 65 ലക്ഷം ഇയാൾക്ക് എടുക്കായിരുന്നു. പക്ഷേ ഈ 65 ലക്ഷം ഇയാൾ അങ്ങനെ എടുക്കാതെ ഇയാൾ എന്ത് ചെയ്തു? സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. അപ്പൊ അയാളുടെ സത്യസന്ധതയെ പറ്റിയിട്ട് വന്ന റിപ്പോർട്ടിലാണ് ഇത് ആരാ വാങ്ങിയത് എന്നുള്ളത്. ഇങ്ങനെയാണ് ഇത് അടിച്ചതുണ്ടാക്കാണത് മനസ്സിലായിപ്പോയി. അത് ഈ വിറ്റോന്റെ സത്യസന്ധത തന്നെയാണോ, അതല്ലെങ്കിൽ ഇത്തരം ആളുകൾക്കൊക്കെ വലിയ ചില അന്ധവിശ്വാസങ്ങൾ വേറുണ്ടോ? അതുകൊണ്ടാണ് ലോട്ടറി കടകളുടെ മുമ്പിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. കുറേ പച്ചമുളകും ചെറുനാരങ്ങയും ഒക്കെ നൂലിൽ കോർത്തിട്ട് കെട്ടിത്തൂക്കി ആ ജാതി പല പരിപാടിയും ചവിട്ടി അരയ്ക്കാനുള്ളത്, വെട്ടി തൂക്കാനുള്ളത്, അടയമിടെ വാരി തേച്ചത്, പിന്നെന്തെല്ലോ ഇലകളൊക്കെ കാണാം, മാവിൻ്റെ ഇല, അതൊക്കെ തൂക്കിയിടും.
അപ്പൊ ഇങ്ങനെയുള്ള എന്തോ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ മുടിഞ്ഞു പോകുന്നു വിചാരിച്ചിട്ടോ എന്തോ ആണോ, അല്ലാണ്ട് ഇപ്പൊ പരലോകത്ത് സിദ്ധിക്കും വിചാരിച്ചിട്ട് 20 ലക്ഷം കൊടുക്കുന്നില്ലല്ലോ, പരലോക വിശ്വാസം എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല സെക്രട്ടറിയാണ്, നല്ല നിസ്കാരമുള്ള ആളാണ്, ആണെങ്കിൽ അജ്ജനൊക്കെ പോണ ആളാണ്, പക്ഷെ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ബാത്തിലായ ധനമാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പൊ നമ്മുടെ ഒക്കെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഇപ്പോഴും ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലോട്ടറിയുടെ ഏജന്റുമാരുണ്ട്. ഒരു എളുപ്പമുള്ള പണി എന്നുള്ള നിലക്ക് വേഗം പോയിട്ട് ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സമൂഹത്തിന്റെ ബാധ്യതയാണ് അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലും. അത്തരം കച്ചവടം ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കലും നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണ്. കാരണം അത് അക്ലുൽ ഹറാമാണ്. വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായത് തിന്നാൻ പാടില്ല എന്നതാണ്. അപ്പൊ പലിശ ബാത്തിലായതാണ്, സക്കാത്ത് കൊടുക്കാത്ത പൈസ ഉണ്ടെങ്കിൽ അത് ബാത്തിലായതാണ്, ചൂതാട്ടം ബാത്തിലായതാണ്, മോഷണം മുതൽ ബാത്തിലായ പൈസയാണ്. മോഷണം മുതലിനെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ടോ? എല്ലാവർക്കും അറിഞ്ഞൂടെ? കട്ട സാധനം തിന്നാൻ പാടില്ല അല്ലേ? കട്ട മുതൽ പറ്റുമോ? പറ്റൂല. പക്ഷെ കക്കാൻ പാടില്ല എന്ന് അറിയുന്നവർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അറബിൻ്റെത് കക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അധികം ആൾക്കാർക്കും അറിയില്ല. അറബി ഗൾഫിൽ പോയാല് അറബികളത് കക്കുന്നതും ഇവിടുത്തെ കക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത്. അത് പറയാം. അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അറബികളത് കക്കുക. ഇനി അറബികളത് കക്കരുത് എന്നും അറിയുന്ന പല ആൾക്കാർക്കും അറിയാത്തതാണ് സർക്കാരിൻ്റെത് കക്കൽ. ഗവൺമെന്റിന്റെ മുതലാണെങ്കിൽ അത് മോഷ്ടിക്കുന്നത് അത്ര വലിയൊരു പ്രശ്നമില്ലാത്തൊരു കോലത്തിൽ വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് കരണ്ട് കക്കും. കരണ്ടൊക്കെ കൊളുത്തി വലിച്ചിട്ട് ലൈനിന്റെ മുകളിൽ കമ്പി എടുത്ത് വലിച്ചിട്ട് ഉള്ള പരിപാടി, അങ്ങനെ പലതരം മോഷണങ്ങളുണ്ട്. കള്ളവണ്ടി കയറുക. പാവം വണ്ടി കള്ളത്തരൊന്നും ചെയ്തില്ല, കേറുമ്പം കള്ളനായതുകൊണ്ട് പേര് വണ്ടിക്കാണ്, കള്ളവണ്ടി. വണ്ടി കള്ളത്തരം ചെയ്തിട്ടല്ല. അതൊരു സാമർഥ്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. അതൊരു സാമർഥ്യമല്ല, അത് മോഷണമാണ്. അതൊക്കെ സാമ്പത്തിക രംഗത്തുള്ള നിങ്ങൾക്കൊക്കെയാണ് അറിയാം, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ജീവിച്ചു പോവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. എന്തായാലും ഗവൺമെന്റിൻ്റെതും മോഷ്ടിക്കാൻ പാടില്ല, കാഫിറിൻ്റെതും മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില വിചാരം. ഇതൊന്നും മുസ്ലിങ്ങളും തമ്മിലുള്ള മാത്രം പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ കാഫിർ എന്നുണ്ടോ എന്നുള്ളത് വേറെ പഠിക്കേണ്ട വിഷയമാണ്. കാഫിർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം അല്ലാത്ത ആൾക്കാർക്ക് പറയണ പേരാണ് എന്നതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാഫിർ എന്ന് പറഞ്ഞാല് സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവരാണ്. അങ്ങനത്തെ എത്ര ആള് നമ്മുടെ നാട്ടിലുണ്ട് എന്നത് നമ്മൾ പരിശോധിച്ചിട്ട് വേണം. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ സമുദായത്തിന്റെ അടുത്തായിരിക്കും തോന്നുന്നുണ്ടാകുക. കാരണം ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും നിഷേധിക്കുന്നവര് സമുദായത്തിന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. ഇനി അതൊന്നും അല്ലാന്ന് വിചാരിക്കുക, ശരിക്കും തന്നെ ഒരാൾ കാഫറാണെന്ന് വിചാരിക്കുക, അവന്റെ മുതലും എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കൈക്കൂലി എന്ന് പറയുന്നത് എന്താണ്? അതും പലിശ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ്. വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം കൈക്കൂലിയാണ്. അത് നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. കൈക്കൂലി വാങ്ങുന്നതും കുറ്റാണ്, കൊടുക്കുന്നതും കുറ്റാണ് അല്ലെ? കൈക്കൂലി വാങ്ങുന്നതും കുറ്റാണ്, കൊടുക്കുന്നതും കുറ്റാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, ഇസ്ലാമിലും അങ്ങനെയാണ്.
സ്ത്രീധനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബൈനക്കുമ്പിൽ ബാത്തിലും പെട്ടതാണ്. നിങ്ങൾക്കിടയിലുള്ള ബാത്തിലായ സമ്പാദ്യം. പണ്ട് വിവരമില്ലാത്ത കാലത്ത് വാങ്ങിപ്പോയതുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ തിരിച്ചു കൊടുക്കണത് എന്നാലെന്നെ കൂടുള്ളൂ. ചില ആൾക്കാര് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാ ഖുർആൻ ക്ലാസ്സിന് വരിക. എന്താ വെച്ചാല് പിന്നെ അതൊക്കെ അങ്ങോട്ട് ഫോട്ടോ വിചാരിച്ചിട്ട് പിന്നെ ഇതുവരെയുള്ളത് പൊരുത്തപ്പെടലൊക്കെ അള്ളാഹു താലയുമായിട്ടുള്ള ആരാധനകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസാണ്. അതേ സമയത്ത് ഇപ്പൊ നമ്മൾ കാണാൻ പറ്റാത്ത കണ്ടുപോയി, അല്ലെങ്കിൽ വേറെ പറയാൻ പറ്റാത്ത പറഞ്ഞുപോയി, അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള നോമ്പ് എടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതി അള്ളയായിട്ട് മാത്രമുള്ള ബന്ധപ്പെട്ട ഇടപാടുകളാണ്. അത് തൗബ ചെയ്യുക, ആവുന്നത്ര പ്രായശ്ചിത്തം ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരുത്തന്റെ പൈസ എടുത്തുപോയി, മനസ്സിലായോ, മോനെ പറ്റിച്ചു പോയി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എന്താണ് ശ്രദ്ധിക്കണം. അപ്പൊ സ്ത്രീധനം എന്ന് പറയുന്നത് പലിശ പോലെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. കാരണം പലിശ അള്ളാഹു വിരോധിക്കുമ്പോ പറഞ്ഞ സംഗതി നിങ്ങൾ ഒരാളുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തു എന്നതാണ്. ഒരാൾക്ക് പൈസക്ക് കുടുങ്ങിയപ്പോ തിടുക്കുണ്ടായപ്പോ ആ തിടുക്കത്തെ മുതലെടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ലാഭം ഉണ്ടാക്കിയത്. ഇതേ സംഗതിയാണ് സ്ത്രീധനത്തിലുള്ളത്. മോളെ കെട്ടിക്കണമെങ്കിൽ ഇതല്ലാതെ മാർഗമില്ല എന്ന ഒരവസ്ഥയെ മുതലെടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പൊ വാങ്ങിയ സ്ത്രീധനം പലിശ ഒന്നും കൊടുക്കണ്ട, പലിശ ഇല്ലാതെ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് തിരിച്ചു കൊടുക്കലാണ്. ചില ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാ നമുക്ക് ഭാര്യൻ്റെതല്ലത്, ശരിക്കും ഭാര്യന്റെ വാപ്പൻ്റെത്. ഓ ഉണ്ടോ? അപ്പോ എന്തായാലും സ്ത്രീധനം കയ്യിൽപ്പെട്ടതാണ്, കൈക്കൂലി അതിൽപ്പെട്ടതാണ്. പിന്നെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിൽ കാണിക്കുന്ന കൃത്രിമത്വങ്ങൾ അതിൽപ്പെട്ടതാണ്. അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോൾ കാണിക്കുന്ന കൃത്രിമത്വം അതിൽപ്പെട്ടതാണ്. പിന്നെ അതിരുമാന്തി കിട്ടിയത്, അതിരുമാന്തി, ചില അതിരുമേലുള്ള മരമൊക്കെ ഇങ്ങനെ നടക്കും. ഇന്ന് കണ്ടടുത്തായിപ്പോലെ നാളെ മരം ഉണ്ടാവുക. അതേപോലെ തന്നെ ചില മതിലുകളൊക്കെ സഞ്ചരിക്കും. ചില മതിലുകളൊക്കെ എന്താവും, മെല്ലെ മെല്ലെ നമ്മളറിയാണ്ട് കാണാൻ വണ്ണം വെക്കുന്നത്. കാരണം മതിലിന്റെ താഴത്ത് ആദ്യം വന്നിട്ട് 4 മെരട് പൂളത്തൈ, ആ പൂളത്തൈയല്ല, അതാ ഒരു പൂളന്റെ മെരട് ഉണ്ടാണെങ്കിൽ നമ്മക്കുണ്ടാ വിരോധം. പക്ഷെ പിന്നെ മെല്ലെ നീക്കിയിട്ട് അപ്പൊ അങ്ങനെ മതില് വണ്ണം വെച്ച് വരുന്നത് കാണാം. ചിലത് മതില് മാന്തിക്ക് ചില മതിലുകൾ മെലിഞ്ഞു പോയത് കാണാം. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് മഹ്ശറയിൽ അവനെ ഹാജരാക്കുമ്പോൾ ആ സമ്പാദ്യമെല്ലാം അവന്റെ കഴുത്തിൽ തൂക്കിയിട്ടിട്ടാണ് അവനെ ഹാജരാകുക. അപ്പൊ ഇവിടുന്ന് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ നടന്ന് തല ഉയർത്തി പിടിച്ച് നടന്ന പല മനുഷ്യന്മാരും അവിടെ ചെന്നിട്ട് കാണാം എന്താണ്, കുറെ ലോഡ് മണലും. കാരണം മണല് കെട്ടവരൊക്കെ ഉണ്ടാവും. മണലും കരിങ്കല്ലും പാറക്കല്ലും ഒക്കെ ആയിട്ട്, തേക്ക് ഒക്കെ ആയിട്ട് വരും. മരം ഇങ്ങനെ മുറിക്കുക, ഫർണിച്ചർ ഉണ്ടാക്കുക, എന്തൊക്കെയാ ഇപ്പൊ നമ്മള് കേൾക്കുന്നത്. ആരൊക്കെ ചെയ്യുന്നത്? ഇല്ലാത്തതൊന്നല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ. അപ്പൊ ഈ ജാതി ബാത്തിലായ സമ്പാദ്യങ്ങളെല്ലാം എന്ത് സംഭവിക്കും? വലിയ അബദ്ധമാണ്. അപ്പൊ നിങ്ങൾ നോമ്പ് നോൽക്കുന്നവരാണെങ്കിൽ റമദാനിന്റെ പകലുകളിൽ നിങ്ങൾ അന്നപാനീയങ്ങളും ലൈംഗികതയും ഉപേക്ഷിക്കുക എന്ന നിയന്ത്രണം ശീലിച്ചവരെ നിങ്ങൾ ജീവിതം മുഴുവനും പാലിക്കേണ്ടുന്ന വ്രതമാണ്. അന്യായമായ ഒരു സ്വത്തും ഞാൻ എടുക്കുകയില്ല എന്ന് തീരുമാനം. ഇപ്പൊ രാവിലെ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ, ഇപ്പൊ മഴയൊക്കെയാണല്ലോ, ഇപ്പൊ രാവിലെ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോണ്ട് നമ്മളെ പറമ്പിന്റെ മൂലക്കല് ഇടയിലേക്ക് ഒരു തേങ്ങ വീണെടുക്കുന്നു. തേങ്ങ ഒരു മനുഷ്യന് വില ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിന് വില ഇല്ലെങ്കിലൊക്കെ നമ്മൾ തേങ്ങ എന്ന് പറയും ചിലപ്പോ. അതെങ്ങനെ വില ഇല്ലാത്തൊരു സംഗതിക്ക് തേങ്ങ എന്ന് പറയാൻ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഒരു തേങ്ങയില്ല എന്നൊക്കെ പറയൂലേ ചിലപ്പോ. തേങ്ങ നല്ല സാധനമാണ്.
പക്ഷെ അതിങ്ങനെ ഇടയിൽ വീണെടുക്കുന്നത് കാണുമ്പോ മേലോട്ട് നോക്കിയപ്പോ ഈ തെങ്ങുമ്പലുണ്ട് തേങ്ങ ഉണങ്ങിയിട്ട്, ആ തെങ്ങുമ്പലുണ്ട് തേങ്ങ ഉണങ്ങിയിട്ട്, അപ്പുറത്തെ തേങ്ങ മറ്റേ ആളതാണ്. അപ്പൊ ഈ വീണെടുക്കുന്ന തേങ്ങ ചിലപ്പോൾ എന്റേതായിരിക്കും, എന്റെ പറമ്പിലത്തായിരിക്കും, ചിലപ്പോ ആ പറമ്പിലത്തായിരിക്കും എന്ന് സംശയിച്ചാൽ തൊട്ടടുത്ത നിമിഷം അത് ആ പറമ്പിലത്ത് തന്നെയാണെന്ന് തീരുമാനിച്ചിട്ട് അതെടുത്ത് അങ്ങോട്ട് ഇടുന്നതിന്റെ പേരാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്റേതാണോ അവന്റേതാണോ എന്ന് സംശയിക്കാൻ തുടങ്ങുന്ന ആദ്യ നിമിഷം തന്നെ അത് അവന്റേതാണ് എന്ന് തീരുമാനിക്കുന്നതിന്റെ പേരാണെന്ത്? തഖ്വ. പൈസ ബാക്കി തന്നിട്ടുണ്ടോ തന്നിട്ടില്ലേ എന്ന് സംശയം വന്നാൽ, രണ്ടാൾക്കും സംശയം വന്നാൽ അത് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഞാൻ തീരുമാനിക്കലാണ് എന്റെ തഖ്വ. ചിലപ്പോ തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോ തേങ്ങ എന്റെ തന്നെ ആയിരിക്കും. പക്ഷേ അതൊരു തേങ്ങയാണെങ്കിലും ഒരു ഓലക്കണ്ണിയാണെങ്കിലും, ചില ആൾക്കാര് ഈ ഇടവഴിന്റെ അടുത്ത് വീടുള്ളവർക്ക് അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഏർപ്പാടാണ്. ചിലപ്പോ ചില ആളുകൾ അങ്ങോട്ട് പോയി അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ നോക്കുമ്പോ കയ്യില് ഓല മണൽ ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും, അത് എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കും. വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോ എടുത്തിട്ട് പുറകിലേക്ക് പോകും. ഞങ്ങൾക്ക് കാണല്ലോ. ചെറിയ ചെറുതാണെങ്കിലും ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ സമ്പാദ്യം എന്ത് ചെയ്യരുത്, ബാത്തിലായ നിലയിൽ തിന്നാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ ഉപജീവന മാർഗം ബാത്തിലായത് തിന്നാൻ സാധ്യതയുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കണം, അത് ഒഴിവാക്കണം. അതല്ലാത്ത എന്തെല്ലാം മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ സ്വീകരിക്കണം. അപ്പോ നമ്മളുടെ വരുമാന മാർഗത്തിൽ അത്തരം വല്ലതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നതാണ് വേണ്ടത്. ഇനി തൊട്ടടുത്ത് പറയാൻ പോണ ഒരു കാര്യം, ചില ആൾക്കാർ പറയും കോടതി വിധി എനിക്ക് അനുകൂലാണ്. ഞാൻ അങ്ങനെ എന്റെ ഇഷ്ടത്തിന് എടുത്തൊന്നല്ല, കോടതി വിധിച്ചതാണ് എന്ന് പറയും. അള്ളാഹ് പറയാണ്, നിങ്ങളതാണ് ഉറപ്പില്ലാത്ത കേസാണെങ്കിൽ നിങ്ങൾ കോടതി തന്നെ പോകരുത്. കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായി എന്നത് ബാത്തിലായത് നിങ്ങൾ എടുക്കാനുള്ള ന്യായമല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് അന്യായമായത് കൈവശപ്പെടുത്താൻ വേണ്ടി കേസും കൊണ്ടുവരരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൗതികമായ തെളിവുകൾ വെച്ചേ എനിക്ക് വിധിക്കാൻ കഴിയുള്ളൂ. സംഗതി പറഞ്ഞു, അപ്പൊ അതിന്റെ തെളിവ് ന്യായവും സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ, വിധി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വിധി പറയുമ്പോൾ നിങ്ങൾ അനർഹമായതാണ് സമ്പാദിക്കുന്നതെങ്കിൽ നരകത്തെയാണ് നിങ്ങൾ കഷ്ണം മുറിച്ച് വാങ്ങുന്നത്. ദുനിയാവിന്റെ ഒരു പരിമിതിയാണ്, ആർക്കും ഗൈബ് അറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും അറിയോ? അങ്ങനെയാണല്ലോ ഒരു ജൂതനും അലി റളിയല്ലാഹു തമ്മിൽ അല്ലെ മോഷ്ടാവാണ് എന്ന് പറഞ്ഞപ്പോ ശിക്ഷ വിധിക്കാൻ പോയി. അപ്പോ ഇസ്ലാമിന്റെ ഖാദിയായിട്ട് പോലും എന്തായി, പിന്നെ അലി റളിയല്ലാഹുവിനെതിരെ വിധി വന്നു. അപ്പൊ അദ്ദേഹം അത് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി. കാരണം ഇത്രയും വലിയ നീതിമാനാണ്. അപ്പൊ ശരിക്കും അല്ലാതെ നിരപരാധിയാണ്. പക്ഷെ നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടേക്കും. കാരണം ദുനിയാവിന്റെ ഒരു പരിമിതി ഉണ്ട്. ദുനിയാവില് സാഹചര്യ തെളിവുകൾ വെച്ചിട്ടേ വിധിക്കാൻ പറ്റൂ. ഇയാള് 100 വട്ടം പറയുന്നുണ്ടാവും ഞാൻ കുറ്റവാളിയല്ല എന്ന്, അത് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. പ്രതിയുടെ വാക്കുകൾ സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിധി അനുകൂലമാകാം. പക്ഷെ അള്ളാഹു പറയാണ്, നിങ്ങളുടെ സമ്പത്തല്ലെങ്കിൽ നിങ്ങൾ കേസിൽ തന്നെ പോകാൻ പാടില്ല. അതാണ് ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് അല്പം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കോടതികളെ സമീപിക്കരുത്. അപ്പൊ കോടതി വിധി പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന കേസാണ് അതൊക്കെ. കോടതി വിധി ഉണ്ട്. കോടതി വിധി അനുകൂലമായതുകൊണ്ട് ഫലമില്ല, നമ്മളുടേതല്ലെങ്കിൽ നമ്മൾ കേസിന് തന്നെ പോകാൻ പാടില്ല എന്നാണ്. ആരുടെയെങ്കിലും സമ്പാദ്യത്തിൽ ഹറാമായ വല്ലതും ഉണ്ടെങ്കിൽ അയാൾ നട്ടല്ലു വളയുമോളം നമസ്കരിച്ചാലും എല്ലും തോലുമാകുവോളം നോമ്പെടുത്താലും അവനിൽ നിന്നൊന്നും സ്വീകരിക്കൂല, ഒരമലും സ്വീകരിക്കൂല എന്നാണ്. മറ്റൊരിടത്ത് പറഞ്ഞത്, നിങ്ങൾ 10 ദിർഹമിന് ഒരു കുപ്പായം വാങ്ങി, അതിൽ 9 ഹലാലാണ്, 1 ഹറാമാണ്. ആ കുപ്പായം ദ്രവിച്ചു തീരുവോളം നിങ്ങളുടെ അമലുകൾ അല്ലാഹു കബൂലാക്കൂല. അപ്പൊ എത്ര ജാഗ്രത കാണിക്കണം നമ്മൾ, എത്ര സൂക്ഷ്മത കാണിക്കണം. നമ്മുടെ സമ്പത്തിൽ മോശത്തരങ്ങളില്ല, അന്യായമായതില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പലിശ കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്സിൽ പലിശ ഉണ്ടാവും. അത് കണക്ക് കൂട്ടിയിട്ട് അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കാതെ ചെലവഴിക്കണം, വേറെ എന്തിനെങ്കിലും. നമ്മുടെ KSEB ബില്ലില് പലിശ ഉണ്ടാവും. അത് ഓരോ കൊല്ലം കൂടുമ്പോൾ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് KSEB. നിങ്ങളുടെ ബില്ല് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസ് വരും, നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറവാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം പൈസ അടയ്ക്കണം, അങ്ങനെ കൂട്ടി അടച്ചതാണ്. അങ്ങനെ ഒരു എമൗണ്ട് KSEB ഉണ്ട്. അവർ കൊല്ലം കൃത്യമായി അതിന് പലിശ തരും. പലിശ എന്ന് തന്നെ കൊണ്ടുതരില്ല, നമുക്ക് തരുന്ന ബില്ലിന്റെ അകത്ത് എന്തുണ്ടാവും, അത് മൈനസ് ചെയ്യാണ് ചെയ്യുക. ആ മാസത്തെ ബില്ലിൽ നിന്ന് 2000 റുപ്യന്റെ ബില്ലാണെങ്കിൽ നിങ്ങൾക്ക് ആ വർഷം കിട്ടാനുള്ള പലിശ 200 റുപ്യാണെങ്കിൽ എന്ത് ചെയ്യും, 1900ന്റെ ബില്ല് നിങ്ങൾക്ക് തരുള്ളൂ. അപ്പൊ നിങ്ങൾ 1900 പോയി അടയ്ക്കും, പക്ഷെ 200 റുപ്യ പലിശയാണ്. അപ്പൊ ആ കടലാസ് കുറച്ചു നേരം വെച്ചാൽ മാഞ്ഞു പോകണമെന്നാണ് KSEBന്റെ ബില്ല്. കിട്ടുമ്പോ തന്നെ നോക്കിക്കോളണം, കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകും. അപ്പൊ കിട്ടുമ്പോ നോക്കിയാല് അതിന്റെ അടിയിൽ കാണാം ഇൻട്രസ്റ്റ് ആണെന്ന് കാണാം. അപ്പൊ അതിനോട് നമ്മൾ നോക്കാനൊരു ഇൻട്രസ്റ്റ് നമുക്ക് വേണം. എന്നിട്ട് നോക്കണം. എന്നിട്ട് 200 റുപ്യ ആണെങ്കിൽ ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ബാത്തിലായ ധനമാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് കൊല്ലത്തിലെ വരും, എല്ലാ മാസവും നോക്കണമെന്നില്ല. ഇനി ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ബില്ല് കിട്ടിയാൽ നിങ്ങളെ നാട്ടിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഈ മാസമാണ് ഈ പൈസ വന്നത്, അപ്പൊ എല്ലാവർക്കും സൗകര്യപ്പെടും, നോക്കിയാൽ മതി. അപ്പൊ പലിശ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യം ഹലാലാവണം, ഹക്കാവണം, ബാത്തിലായത് വരരുത് എന്നൊരു നിർബന്ധ ബുദ്ധി കാണിച്ചാൽ തന്നെയും പരോക്ഷമായിട്ട് നമ്മള് ഊട്ടപ്പെട്ട് അല്ലെ ഫിൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നുന്നത് ഹറാമാണ്, മൽബസുഹു ഹറാം, ധരിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറയാണ് ഫിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ടതാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചാലും പറഞ്ഞാലും എന്നാലും ഹറാമായ പലിശന്റെ അകത്താണ്, ആ ഒരു വലിയ വട്ടച്ചെമ്പിലാണ് നമ്മൾ ഉള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് ആണ് അതാ പറഞ്ഞത്, അതിൻ്റെ അകത്താണ് ഉള്ളത്. അതിൻ്റെ അകത്താണ് ഉള്ളത് എന്നുള്ളത് എന്നാ അങ്ങനെ ഒന്നും പ്രശ്നമാക്കേണ്ട നിൽക്കാൻ പറ്റുമോ? അപ്പൊ സെറ്റപ്പ് മാറാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി അധ്വാനിക്കുക. ആ മാറുന്നവരെ ഉള്ള ജീവിതത്തിൽ നമ്മൾ പരമാവധി പരമാവധി നമ്മൾ സൂക്ഷ്മത പാലിക്കുക. ഏതായാലും ഒരു കുണ്ടിൽ നമ്മൾ വീണു പോയാൽ നമ്മൾ എന്താ ചെയ്യാ? ആ കുണ്ടൊന്നും കരക്കെത്താൻ വേണ്ടിയിട്ട് പരമാവധി കയ്യും കാലും ഒക്കെ അടിച്ചിട്ട് നീന്തണ്ടേ? അതിന്റെ ഇടയിൽ ചിലപ്പോ നമ്മൾ കുറച്ച് വെള്ളം കണ്ണു കൂടിയും മൂക്കും കൂടിയും തൊള്ളയെ കൂടി തന്നെ ചിലപ്പോ ഇറങ്ങിപ്പോയി എന്ന് വരും. അത് പക്ഷേ കരക്കേക്ക് എത്താൻ കയ്യും കാലും ഇട്ടടിച്ച് നീന്തുന്ന ഒരാൾക്ക് പറയാനൊരു ന്യായമുണ്ട്. എന്താണ്? ഞാൻ കഴിച്ചിലാവാൻ ശ്രമിക്കുന്നതിനിടയിൽ കുടിച്ചു പോയതാണ്. എന്നാ വേറൊരുത്തൻ ഏതായാലും കുടിച്ചല്ലോ, നല്ല ഹരുണ്ട്, എന്നാ പിന്നെ ഇവിടെ തന്നെ കൊണ്ട് ഒരു ഹരാക്കി കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങ് കുടിക്കൽ തുടങ്ങിയാലും അങ്ങനെ ഉണ്ടാവും. 2 കുടിയും തമ്മിൽ വ്യത്യാസമല്ലേ? ഉണ്ടോ അല്ലേ?
ഉണ്ട്. ആ വ്യത്യാസം തന്നെയാണ്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്താക്കണം, ഇനി ഒന്നും ആക്കണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വെക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം സൂക്ഷിക്കണം, വളരെ അങ്ങേയറ്റത്തെ ജാഗ്രത പാടിക്കും. അപ്പൊ അതിനെ കൊണ്ട് നമുക്ക് കുറച്ച് നിറം കുറഞ്ഞോട്ടെ നിൽക്കണം. അത്ര വലിയ പൊലിമ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. ചിലപ്പോ 1800 തന്നെ പോകേണ്ടി വരും. മനസ്സിലായേ? അപ്പൊ നമുക്ക് ഷിഫ്റ്റ് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഷിഫ്റ്റ് വേണ്ടാന്ന് വെക്കണോ? അള്ളാഹ് ഹറാമാക്കിയതിനെക്കാളും നല്ലത് 800 തന്നെയാണെന്ന് വെക്കണം. ചിലപ്പോ സ്വിഫ്റ്റ് ആയിട്ട് തന്നെ പോകേണ്ടി വരും. നമുക്ക് ബെൻസ് വാങ്ങാൻ പൂതിയില്ലായിട്ടല്ല, അള്ളാഹ് ഹറാമാക്കിയതിനെ കൊണ്ട് ബെൻസ് വാങ്ങാൻ നല്ലത് സ്വിഫ്റ്റിൽ പോകലാണ് വെക്കണം. ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ പോരന്റെ അകത്ത് എന്താണ് ഒട്ടിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കുമ്പോ ചിലത് നമ്മൾ അത്ര ഒരു മിനിസം വേണ്ടാന്ന് വെക്കേണ്ടി വരും. മനസ്സിലായോ? മിനിസുണ്ട്, നല്ലതൊക്കെ തന്നെയാണ്, അത്ര മിനിസും വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും കുറച്ചൊരു പൊലിമ കുറഞ്ഞാലും നിങ്ങൾക്കിടയിൽ സമ്പത്ത് അന്യായം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്, വാങ്ങരുത്. ചില ഇതിൽ കച്ചവടക്കാരുണ്ട്. ചില കച്ചവടക്കാരെങ്ങനെയാന്ന് വെച്ചാല് കിട്ടുന്നത് വാങ്ങും. അങ്ങനെ വാങ്ങാൻ പാടില്ല. കിട്ടുന്നത് വാങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ 100 കിട്ടുന്നതുകൊണ്ട് 100 വാങ്ങും, 150 അവനോട് കിട്ടുക്ക് 150 വാങ്ങും. അങ്ങനെ വാങ്ങാൻ പാടില്ല. ഒരു കടയിൽ ഒരു സാധനത്തിന് നിർണിത വിലയിരിക്കണം. അത് ആൾക്കനുസരിച്ച് മാറ്റാൻ പാടില്ല. അറിഞ്ഞൂടാത്തവൻ വന്നാലും അറിയുന്നവൻ വന്നാലും ഒക്കെ ഒരു വിലയിരിക്കണം. നിങ്ങളുടെ ലാഭം തീരുമാനിക്കാവുന്നതാണ്. മാർക്കറ്റ് ലെവൽ അനുസരിച്ച് വിലയൊക്കെ വാങ്ങാം. പക്ഷെ അത് ഉള്ളതിനനുസരിച്ചിട്ട് കിട്ടുന്നതിനനുസരിച്ച് വാങ്ങുക എന്ന് പറയുന്ന സംഗതി ബാത്തിലായതാണ്. ചെയ്യാൻ പാടില്ല. അപ്പൊ കച്ചവടത്തിന്റെ മാന്യത കച്ചവടക്കാരൻ പുലർത്തണം. ചില ആളുകൾ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കൂല. പരമാവധി ഊറ്റി പിഴിഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? അതും ബാത്തിലായതാണ്. കാരണം അവന്റെ അവകാശം ഒന്ന് കൊടുക്കണം. ഓനെ ചിലപ്പോ വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നിങ്ങൾ പരിണമായി ചെയ്തൊന്നും വരും. പക്ഷെ അത് അവന്റെ അവകാശത്തെ ഹനിക്കലാണ്. ഇങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന സമ്പാദ്യം ശുദ്ധമാണ്, തെറ്റല്ല, ബാത്തിലായതില്ല, ഹറാമായതില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ബാർഗൻ ചെയ്യാം, അതൊക്കെ കച്ചവടത്തിൽ പെട്ടതാണ്. ബാർഗൻ ചെയ്യുന്നതിനൊന്നും പ്രശ്നമല്ല. അത് കച്ചവടത്തിന്റെ ഒരു രീതിയാണ്. പക്ഷെ ഒരു സാധുങ്ങളെ പീടികയിൽ വന്നു ഓന് ബാർഗൻ ചെയ്യാമെന്ന് വെച്ചല്ല, ഓനത് അറിഞ്ഞും കൂടെ. എന്നാ ഓന്റെ അടുത്തൊന്നും പരമാവധി എന്ന് വിചാരിക്കാൻ പാടില്ല. അതാണ് അതിന്റെ രീതി. അത് കടുത്ത തെറ്റാണ്. നിങ്ങൾ പെണ്ണുങ്ങളോട് വയസ്സും ചോദിക്കരുത്, ആണുങ്ങളോട് വരുമാനവും ചോദിക്കരുത്, ഫ്ലൈറ്റ് യാത്രക്കാർ അടുത്തിരിക്കുന്നവരോട് എത്രക്കാ ടിക്കറ്റ് എടുത്തതെന്ന് ചോദിക്കരുത് എന്നാണ്. കാരണം അതൊക്കെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾ പോകുന്ന സൗദി എയർലൈൻസിൽ കൊച്ചിയിൽ നിന്ന് 12:10 കയറിയിരുന്നാൽ പിന്നെ നിങ്ങൾ തൊട്ടടുത്തിരിക്കണവരുണ്ടാവും. നിങ്ങൾ തൊട്ടടുത്തിരിക്കണവനെടുത്തത് 12,000-നായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക 22,000-നായിരിക്കും. ഒരേ ഫ്ലൈറ്റ്, ഒരേ വെള്ളമാണ് അതിൽ നിന്ന് കിട്ടുക, ഒരേ സീറ്റാണ്, ഒക്കെയാണ്. പക്ഷേ എന്താണ്, അത് പൊള്ളയാണ്. ഒരേ കിലോമീറ്ററാണ്, പൊള്ളയാണ്. അപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റ് കയറിയാൽ പരമാവധി അടുത്തിരിക്കുന്നവരോട് ചോദിക്കാതിരിക്കുക. നാം മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എന്ന് നിൽക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. ബാത്തിലായത് നമ്മളെ കയ്യിൽ ഇല്ല. കുറെ പോവാ, എല്ലാരും ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ബാത്തിലായത് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ചെലവ്. എന്റെ കൂടെ ഉംറയ്ക്ക് വന്ന ഒരാള് ഞങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഉംറന്റെ മക്കത്തെത്തി, ഒരു ഉംറൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ഉംറക്ക് പോലെ ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ വിഷയം പറഞ്ഞു. സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞു. സ്ത്രീധനം നിങ്ങൾ വെറുതെ കാവലിന്റെ ചുറ്റും ഓടി നടന്നിട്ടും ചുറ്റിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ബാത്തിലായത് ഒഴിവാക്കണം. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങിയാലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന്. കല്യാണം കഴിഞ്ഞ് 25 കൊല്ലമായ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് നാട്ടിലേക്ക് ഫോൺ ചെയ്ത് എന്നിട്ട് അനിയനോട് പറഞ്ഞ്
ഓളും ഓന് രണ്ടാളും ഉണ്ട് ഉമ്രക്കാണ്. ഓളെ പൊരയില് വാപ്പുണ്ട്, വാപ്പന്റെ അടുത്ത് ഇത്ര പൈസ കൊണ്ട് എന്നോട് ആദ്യം ചോദിച്ചതിന് മുമ്പ് അന്ന് വാങ്ങിയത് 25 മുമ്പ് അതെന്നെ കൊടുത്താൽ മതിയോ? പൈസ ആണെങ്കിൽ പൈസ ആയിട്ട് തന്നെ കൊടുത്താൽ, പൊന്നാണെങ്കിൽ ഇന്നത്തെ പൊന്ന് വാങ്ങി കൊടുക്കണം. പൈസ ആണെങ്കിൽ അന്ന് 10 പവനാ വാങ്ങിയെങ്കിൽ ഇന്നത്തെ 10 പവൻ കൊടുക്കണം. പക്ഷെ പൈസ വാങ്ങിയെങ്കിൽ പൈസ കൊടുക്കണം. അപ്പൊ ഇയാള് വിളിച്ചു പറഞ്ഞു അങ്ങനെ പൈസ ഒക്കെ ഉണ്ട്. വൈകുന്നേരം ആയപ്പം ഭാര്യ വീട്ടില് ഇയാൾ അനിയൻ ചെന്ന് കാക്ക തന്നയച്ചാണ്. ഇതെന്താ പൈസ? ആ കാക്ക വിളിച്ചു പറയുന്നു. മൂപ്പര് വാങ്ങി വെച്ച് എന്താണെന്ന് അറിയില്ലല്ലോ, എന്തിനാ പൈസ എന്ന് ഏൽപ്പിച്ചാണ്. വിളിച്ചു പറഞ്ഞു ഞാൻ തന്നു. ഇവിടെ കെട്ടുമ്പോ പേരൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, പേരോടെ പ്രസക്തല്ല. അപ്പോ അത് ഇങ്ങനെ ഞാൻ കെട്ടുന്ന സമയത്ത് വാങ്ങിയ പൈസയാണ്, അതില്ലെങ്കിൽ എന്റെ തവാഫ് നേരാവില്ല എന്നാണ് അമീർ പറയുന്നത്. അതുകൊണ്ട് ഇത് ആളുകൾ വാങ്ങിക്കളതാണ്. എന്നാലും എന്റെ വ്യാപാരികൾ എന്ത് വർത്താനാ പറയുള്ളതൊക്കെ ചോദിച്ച് എന്ത് വർത്താനായിട്ട് കാര്യമില്ല, വാങ്ങിയേക്കും. അങ്ങനെ വാങ്ങിച്ച് എന്നോട് വന്ന് സന്തോഷം പറഞ്ഞു, നന്നായി, അത് ഞാൻ അറിയാണ്ട് ചെയ്തതാണെന്നൊക്കെ. പ്രശ്നം അവിടെ അല്ല, പിറ്റേന്ന് എന്റെ ഇളയച്ചും വിളിക്കല് വല്ലാത്തൊരു ചതിയായിപ്പോയി ചെയ്തത്. കാരണം അല്ല, ഇയാളെ വാരിന്റെ അനിയത്തിന്റെ ഭർത്താവ് വിളിക്കുന്നുണ്ട്, വല്ലാത്തൊരു ചതിയായിപ്പോയി ചെയ്ത്. കാരണം ഞാനിപ്പോ ഒരു മോശക്കാരനായില്ലേ, കാരണം ഞാനും വാങ്ങിക്കണേ, നിങ്ങൾ തിരിച്ചു കൊടുത്തോണ്ട് ഞാനും ഇത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. ബാണച്ച കൊടുത്താള്, അല്ലെങ്കിൽ എന്റെ അമലൊന്നും ശരിയാവില്ല എന്നാണ്. എന്നിട്ട് ആ സാധു ഇവിടുന്നൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ഇവിടെ ഒമ്പരക്ക് വന്നാല് ടിക്കറ്റിന്റെ വിസന്റെയും പൈസ മാത്രമല്ല 25 മുമ്പ് വാങ്ങിയ സീതല കൂടി തിരിച്ചു കൊടുക്കും. വലിയ ചെലവായി പോയി. പക്ഷെ അൽഹംദുലില്ലാ അയാൾ എത്ര ഹാപ്പി എന്നറിയുന്നത്. ഒരു സംഗതിയാണല്ലോ, ഒരു കരട് ഇങ്ങോട്ട് നീക്കുകയാണ്, ഒരു കുറ്റബോധം ഇങ്ങനെ കൊണ്ടുപോകണം. അത് അങ്ങോട്ട് ഒഴിവായി, നല്ല ഫ്രീ ആയി, നല്ല. പിന്നെ അതിന്റെ ശേഷം പിന്നെ നമ്മള് നോക്കുന്നതൊക്കെ ഒരു സ്ട്രോങ്ങിലാണ് എന്ന് പറഞ്ഞാൽ ല്ലോ, ഞാൻ മകർന്നിട്ട് കെട്ടിയതാടി തന്നെ എന്ന നിൽക്കാൻ പിന്നെ നോക്കണേ. മറ്റേ അതല്ലേനോ, മറ്റേത് ഓൻ മകർ വാങ്ങിയതും ഓക്കുള്ള കുപ്പായും തുണിയും കഷ്ണവും തുണിയും എല്ലാം വാങ്ങിയത് ഓളെ പൈസ കൊണ്ട് തന്നെയായിരുന്നു എന്നതാണ്. അപ്പൊ മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും കൂടിയാണ് നമുക്ക്. നമ്മൾ തിന്നണത് ഹലാലാണെങ്കിൽ നമ്മൾ പറയണതിനൊരു ഊക്കുണ്ട്, നമ്മുടെ നിലപാടുകൾക്ക് കൃത്യത ഉണ്ടാവും. എന്താണ് ഞാനതില് എന്നോട് നാദാപുരത്തുനിന്ന് പണ്ട് പെണ്ണുങ്ങളെ ചോദിച്ചിരുന്നു. ഞാനിത് വനിതാ ക്ലാസ് എടുത്തപ്പോ പെണ്ണുങ്ങൾ ചോദിച്ചിരുന്നു, എന്താ പറയാ, ഈ പിന്നെ ഓൾക്ക് വാപ്പ കൊടുക്കണതിന് തെറ്റില്ലല്ലോ. ആർക്ക്? മോക്ക് വാപ്പ പൊന്നെടുക്കണത് ഇതിൽ പെടൂലല്ലോ. നമ്മൾ ഒരിക്കലും പെടൂല. കല്യാണ സമയത്തോ അല്ലാത്തപ്പോഴോ വാപ്പ മോൾക്ക് പൊന്നു വാങ്ങി കൊടുക്കുന്നത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് ഗിഫ്റ്റാണ്. മോളെ കല്യാണം കഴിയുന്ന സമയത്ത് മോളെ കെട്ടണോന്ന് പൊന്നു വാങ്ങി കൊടുക്കൽ വേറെ വിഷയമാണ്. അല്ല, വ്യാപാരക്കല്ല, പെണ്ണുങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് തന്നെ ആണോ അല്ലേ നിങ്ങൾ ശരിക്കും നോക്കണം. ഇതേ വാപ്പ 2 മാസം കഴിഞ്ഞിട്ട് മോളെ എന്റെ മാല ഒന്നും കൊണ്ടാൽ അത്യാവശ്യത്തിനാന്ന് പറഞ്ഞാല് കൊടുക്കാൻ അധികാരം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ? അതില്ല. അതായിരിക്കും അധികാരം, അത് മൂപ്പരിക്ക് തന്നെ. അപ്പൊ അത് മൂപ്പരിക്ക് കൊടുത്തതല്ലേ. അൽമാരിൽ വെക്കണേ വേറെ, നിങ്ങളെ കാതൽ കത്തിൽ ഇട്ടുന്നില്ലേ ഉള്ളൂ. അതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ഓണർഷിപ്പ് ഓൻ തന്നെയാണ്. ഓൻ ലോക്കറിൽ വെക്കണേന് പകരം എന്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ കാതൽ കത്തിലൊക്കെ വെച്ച് തന്നാണ്. അത് കൊണ്ടിറക്കണ പണി കൂടി ഇങ്ങക്കാണ്. ഒരു വീണാലോളും ഇങ്ങനെ ചീത്തറിയാം അല്ലേ? നിങ്ങളെ വളയാണ്, നിങ്ങളത് പോയതാണെങ്കിൽ ഓൻ തിരങ്ങൾ ചീത്തറിയണേ. നിങ്ങളെ വളയാണ്, നിങ്ങളെ ആങ്ങളെ വന്ന് ചോദിച്ചാൽ ഊരി കൊടുത്താൽ ഓൻ ഇങ്ങനെ ചീത്തറിയണേ. ഓൻ്റെതായതുകൊണ്ടാണ്. അപ്പൊ മുതല് ഓക്ക് വാപ്പ കൊടുത്തതാണെന്ന് വെറുതെ പറയാണ്. വാപ്പ ഓക്ക് കൊടുത്തതല്ല, വാപ്പ ഓന് കൊടുത്തതാണ്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. അപ്പൊ കല്യാണത്തിന്റെ സമയത്തും കൊടുക്കാം, അല്ലാത്തപ്പോഴും കൊടുക്കാം. വാപ്പക്ക് മോക്ക് കൊടുക്കാം, മോക്ക് വാപ്പക്ക് തിരിച്ചും കൊടുക്കാം. ഇനി അതിനൊന്നും ആരും ഇടപെടുക. ഇനിയിപ്പോ ഒരു പിയാപ്പിളക്ക് വാപ്പെന്ന് വാങ്ങി കൊടുത്താൽ അതിനും തെറ്റൊന്നുമില്ല, ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ സൂക്ഷ്മത വിവാഹ സമയത്ത് കൊടുക്കാതിരിക്കലാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ,
ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാം. പക്ഷേ ഒരു ഹോസ്റ്റൽ വാർഡന് ഹോസ്റ്റലിലെ കുട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ്. മനസ്സിലായില്ല? നമ്മളിപ്പോ കോളേജിൽ ഹോസ്റ്റലൊക്കെ ഉണ്ടാവൂലേ, ഹോസ്റ്റൽ വാർഡന് അവിടെ പഠിക്കുന്ന കുട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്താ? ആ സ്വാധീനിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. നിങ്ങൾ ന്യായാധിപന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. എന്താ? സ്വാധീനാണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ നേർക്ക് നേരെ പറഞ്ഞാൽ ഗിഫ്റ്റ് അല്ലേ? ആണ്. ഡിമാൻഡ് ആണോ? അല്ല. പക്ഷെ ചില അവസരങ്ങളിൽ സൂക്ഷ്മത ഏതാണ്? നിങ്ങൾക്ക് ഓന് പിന്നെയും വാങ്ങി കൊടുക്കാറ്. അപ്പോ പിന്നെയും വാങ്ങിച്ചു കൊടുക്കാവുന്നത് പിന്നത്തേക്ക് വെക്കലാണ് സൂക്ഷ്മത. മറ്റേത് എന്താന്ന് ചോദിച്ചാൽ, നാട്ടിൽ അത്തരമൊരു ദുരാചാരം നടക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ചും അങ്ങനെ നൽകുന്നത് കൈക്കൂലിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കലാണ് വേണ്ടത്. ഇങ്ങനൊന്നും അല്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ പറഞ്ഞതിന്റെ ഭാഗമല്ല. സൂക്ഷ്മത ഉണ്ടാവണം, ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ്. ആ ചോദ്യം ഇതാണ്, റെഡി ക്യാഷിന് കൊടുത്താൽ ഇത്ര വില, റെഡി ക്യാഷ് അല്ലെങ്കിൽ ഇത്ര വില എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ പറയാന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇൻസ്റ്റാൾമെന്റിന് വേറൊരു റേറ്റ് ആണ്. അതില് അധ്വാനവും റിസ്ക് ഫാക്ടറും ഒക്കെ ഉണ്ട് എന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി അങ്ങനെ പറയുന്നത്. അത് ആവാം തവണ വ്യവസ്ഥയിൽ വാങ്ങുമ്പോൾ എന്നുള്ള നിലക്കാണ്. പക്ഷെ അതൊരു കൂട്ടുപലിശ സ്വഭാവത്തിലേക്ക് പിന്നെ മാറാൻ പാടില്ല എന്ന് മാത്രം. ഏത് സാധനമായാലും അത് ലോണാണ്. അതിൽ പലിശ ഉണ്ടായതുകൊണ്ടാണ്. പലിശ ഉണ്ടാവാൻ പാടില്ല. ലോൺ പലിശ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു വാഹന കമ്പനിയും നമുക്ക് വാഹനം കടം തരുന്നില്ല. വാഹന കമ്പനി നേരെ അവിടുത്തെ ബാങ്ക് കൗണ്ടറിലേക്ക് നിങ്ങളെ ബന്ധപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക. ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി കാശ് റെഡി ക്യാഷ് ആയിട്ട് എവിടെ കൊടുക്കുന്നു? വണ്ടി കമ്പനിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ ബാങ്ക് എന്ത് ചെയ്യാണ്? നിങ്ങളിൽ നിന്ന് EMI ആയിട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും ആയിട്ടോ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നു. ആ വാങ്ങുന്ന സമയത്ത് പലിശയാണ് എന്ത് ചെയ്യുന്നത്? അതിലെ വില്ലൻ. EMI എന്ന് പറയുന്നതിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, EMI-യും യഥാർത്ഥത്തിൽ പലിശ തന്നെയാണ്. ഈ ആദ്യത്തെ സർവീസ് ചാർജിന് പേരിട്ടിട്ട് വാങ്ങുന്നു. കാരണം 35,000 ഉറുപ്പ്യന്റെ വാഷിംഗ് മെഷീൻ വാങ്ങുന്ന സമയത്ത് 6,000-7,000 ഉറുപ്പ്യ സർവീസ് ചാർജ് ആദ്യം തന്നെ വാങ്ങി വെക്കുന്നത് ഈ 35,000-ന്റെ പലിശയാണ്. തവണയായിട്ട് കൊടുക്കണ്ടെന്നേ ഉള്ളൂ. അത് പലിശ നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവാന്ന് ചോദിച്ചാൽ, മാസാന്തം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർ മൈനസ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു മാസം മൈനസ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ, അടവ് തെറ്റിയാൽ ഈ 5,000 സർവീസ് ചാർജ് പിന്നെ എന്താവും? കൂടും എന്ന് പറഞ്ഞാൽ പലിശ ആയിട്ട് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു നല്ല വർണ്ണക്കടലാസിൽ പലിശ പൊതിഞ്ഞിട്ട് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സാധനം. നിങ്ങൾ വരൂ, നിങ്ങൾ വെറുതെ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് വരൂ. നിങ്ങൾക്ക് ഏത് സാധനം വീട്ടിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വേഗം ചെല്ലും. ഇതിന് കണ്ടതൊക്കെ വാങ്ങും. നല്ല സുഖമാണ്. ബജാജും മറ്റു പല പരിപാടികളും നമ്മൾ പോകും. കുറച്ച് നമ്മൾ അറിയാൻ കൂടി ഇല്ലല്ലോ എന്നാ നമ്മൾ പറയാം. സംഗതി ശരിയാണ്, അറിയൂല. അറിയാതെ ബാങ്കിൽ നിന്ന് പലിശ, പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ സൂക്ഷ്മത പറയും. ഒന്നിച്ചു മുടക്കാനില്ലാത്തവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒന്നിച്ചു മുടക്കുന്നവനെ ഒഴിവാക്കും. ചില സാധനം ഒന്നിച്ചു മുടക്കുന്ന ആൾക്കാര് പുതിയത് വാങ്ങുമ്പോൾ പഴയത് വെക്കും. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയാൽ, അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് പൊലിമ കുറയുന്നുള്ളൂ. അപ്പൊ അത് വാങ്ങിയാൽ മതി. അത് ഞാൻ പറയാം. അതായത് പുതിയ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് 20 ലക്ഷം റുപ്യന്റെ ഒരു കാറ് പൈസ എണ്ണി കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നാല് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബാക്കി ടാക്സും കാര്യങ്ങളും ഒക്കെ അല്ലേ നിങ്ങൾ പറയണത്?
പിന്നെ അതിന്റെ സോഴ്സ് കാണിക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിലകൾ പറയണേ. അതിന് എനിക്കൊരു മറുപടിയും പറയാനില്ല. ഇല്ല, എല്ലാ ചോദ്യത്തിനും മറുപടി പറയണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് മറുപടി പറയാനില്ല, ഇത്രയുള്ളൂ. ബ്രോക്കറേജ് വാങ്ങാം. ബ്രോക്കറേജ് ബാത്തിലൊന്നല്ല, ബ്രോക്കറേജ് വാങ്ങാം. അതൊക്കെ അതിലുള്ള എത്തിക്സ് എല്ലാത്തിലും ഉണ്ടല്ലോ. അല്ല, എല്ലാറ്റിലും എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് നമ്മൾ പാലിക്കണം എന്ന് മാത്രം. എല്ലാറ്റിലും എത്തിക്സ്. കോഴിക്കോട് പട്ടണത്തിലെ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ വേറെ ആളോട് പറഞ്ഞു കൊടുത്തു. നല്ലൊരു ബിൽഡിംഗ് ആണ്, ഇത് വിൽക്കാനുള്ളതാണ്, ഇന്ന സംഗതിക്കൊക്കെ പറ്റുന്നതാണ് എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ആളോട് മറ്റേ ആള് പറഞ്ഞു, ഇന്നൊരാൾക്ക് ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഉടനെ ഈ രണ്ടിലും പെടാത്ത വേറെ ആള് എന്റെ കൈ തൊട്ടിട്ട് പറഞ്ഞു, ഞാനും തൊട്ടിട്ട് നിൽക്കോ. അപ്പൊ ഞാൻ ഞാൻ നേരത്തെ തൊട്ടത് സലാം പറഞ്ഞപ്പോ കൈ എന്നായിരുന്നു, ഞാൻ ഇതിൽ തൊട്ടിട്ടേ ഇല്ല, നിങ്ങൾ എന്തോ ആയിക്കോളിയായിരുന്നു. അപ്പൊ ഈ തൊട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞാലും കിട്ടി, ഇവന് ഒരു ബന്ധവുമില്ല. അതൊക്കെ അതിലുള്ള എത്തിക്സ് നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. നല്ല നിലക്കാണെങ്കിൽ സർവീസ് ചാർജ് വാങ്ങാം, ബ്രോക്കറേജ് വാങ്ങാം, ലാഭം എടുക്കാം, എന്ന് കുഴപ്പമില്ല. ഇങ്ങനെ കുറി കൂടാൻ പലിശ ഉള്ളതിൽ കൂടരുത്. ഏത് കുറി, നാടനോ ഫോറിനോ എന്തായാലും പലിശ ഉള്ളതിൽ കൂടും. ഞാൻ പറയാം, കുറി നമ്മള് സമയമായിട്ടോ മസുമുഖ എണീച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മള് കുറിയിൽ കൂടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കുറി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു കുറി ഞാൻ പറഞ്ഞുതരാം. 1.5 ലക്ഷം റുപ്യന്റെ കുറി കൂടി വിചാരിക്കുക. മാസം നിശ്ചിത പൈസ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. 5000 റുപ്യ അടയ്ക്കുകയാണ്. ഫസ്റ്റ് നറുക്ക് നിങ്ങൾക്ക് കിട്ടി എങ്കിൽ അതിൽ നിന്ന് ഇത്ര ശതമാനം കുറച്ചിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. പിന്നെ 2, 3, 4 ഇങ്ങനെ പോയി ഒരു 5ാമത്തെ കിട്ടി. അപ്പോ നേരത്തെ കുറച്ച് അത്ര കുറയ്ക്കാതെയാണ് നിങ്ങൾക്ക് തരിക. ഇങ്ങനെ നിങ്ങൾക്ക് അവസാനം ഒറ്റ നറുക്കലും കിട്ടാത്ത ഹതഭാഗ്യനാണെന്നുണ്ടെങ്കിൽ, അവസാനം ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പൈസ കിട്ടും. ആ കുറിക്ക് നിങ്ങൾ പോകരുത്, അത് പലിശയാണ്. അല്ല, ആ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ ആദ്യം കുറി കിട്ടുന്ന ആളുകൾ ഈ കൊടുക്കുന്നതിന്റെ പേരാണ് പലിശ. കുറിയിൽ കൂടി 1.5 ലക്ഷം റുപ്യ കുറിയാണ്. 5000 രൂപ അതിന്റെ സർവീസ് ചാർജാണ്. ആദ്യം കുറി കിട്ടുന്ന ആളും 5000 കൊടുക്കണം, അവസാനം കിട്ടുന്ന ആളും 5000 കൊടുക്കണം. എങ്കിൽ ആ സർവീസ് ചാർജ് കൊടുക്കാവുന്നതാണ്. അതിലും ഒരു നിബന്ധന ഉണ്ട്. കുറി നടത്തിപ്പുകാരനായ ആൾ കുറിയിൽ പങ്കാളിയാണെങ്കിൽ ഈ ചാർജ് വാങ്ങാൻ പാടില്ല. കുറി നടത്തിക്കുന്ന ആളുണ്ടല്ലോ, അയാള് ഇതിൽ പങ്കാളിയാണെങ്കിൽ പിന്നെ അയാൾ സർവീസ് ചാർജ് വാങ്ങാൻ പാടില്ല. അയാൾ പങ്കാളി അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം അയാൾക്ക് നിശ്ചിത പൈസ വാങ്ങാം. ഓക്കെ, ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം അള്ളാഹു വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മരിച്ചുപോയി. മാത്തോട്ടത്തുള്ളതാണ്. ഇല്യാസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പൊ ഭാര്യ അറ്റാക്കായി മരിച്ചു എന്നതിനേക്കാൾ പ്രയാസം തോന്നിയത് 17 വയസ്സുള്ള ഓട്ടിസം ബാധിച്ചൊരു മോനുണ്ട്. ആ മോനെ സംരക്ഷിക്കുന്ന ഏക കരങ്ങളാണ് ആ മരിച്ചുപോയത്. അപ്പൊ മോനെ മരിച്ച വിവരം അറിഞ്ഞണോ അല്ല എന്നൊന്നും ഇവർക്ക് അറിയില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോ അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസവും നല്ല പകരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മരിച്ചുപോയ ആ ഒരു സ്ത്രീ 55 വയസ്സായിരുന്നു. 17 കൊല്ലം ആ മോനെ നോക്കി. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് ആശ്വാസമുള്ളൊരു ജീവിതം ബാക്കി കുടുംബത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, കേരളത്തിലെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്ന ആളാണ് VVA ഷുക്കൂർ. കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിപ്പോ ഒരു മരണം ഉണ്ട്. നമ്മൾ കയറി വരുമ്പോ പറഞ്ഞു, നമ്മളെ മഹല്ലിൽ ആരാന്നറിയില്ല,
അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും വീഴ്ചകൾ റബ്ബ് പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി.